റിയാസിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഇതുവരെ ഈ ദിവാകരൻ പോറ്റി പുരസ്കാരം നേടിയവരിൽ നിന്ന് റിയാസിനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത്, റിയാസ് ഇംഗ്ലീഷിൽ നിന്നല്ല തർജ്ജമ ചെയ്യുന്നത്. റിയാസ് ഇന്ത്യൻ ഭാഷകളിൽ നിന്നാണ് തർജ്ജമ ചെയ്യുന്നത്. അതിന് റിയാസിനെ സഹായിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഈ അതിർത്തി സ്ഥലത്ത് ജനിച്ചു എന്നുള്ളതാണ്. റിയാസ് താമസിക്കുന്ന ഉപ്പള എന്ന് പറയുന്ന സ്ഥലം പലതരം ഭാഷകളാൽ വലയം ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ സാധാരണ കാസർഗോഡിനെ പറ്റി പറയുമ്പോൾ, കാസർഗോഡ് ജില്ലയെ പറ്റി പറയുമ്പോൾ സപ്തഭാഷകളുടെ നാട് എന്നൊക്കെ പറയും. 7 ഭാഷകളെങ്കിലും ഈ കാസർഗോഡ് നഗരത്തിൽ സംസാരിക്കുന്ന ജനവിഭാഗങ്ങളുണ്ടെന്ന് പറയും. ഈ 7 ഭാഷകളുടെ നാടെന്ന് പറയുമ്പോൾ 7 ഭാഷകൾ മാത്രമല്ല, 7 സംസ്കാരങ്ങളുടെ നാടാണ്. ഈ 7 ദേശങ്ങളിലെ രുചി പെരുമ അവിടെയുണ്ട്. 7 ദേശങ്ങളിലെ ഉത്സവങ്ങൾ, പലതരം അനുഷ്ഠാനങ്ങൾ അവിടെയുണ്ട്. ശരിക്കും പറഞ്ഞാൽ കാസർഗോഡ് ഞാൻ കുറച്ചു കാലം ജീവിച്ചിട്ടുള്ളത് കൊണ്ട് 7 എന്ന് പറയുന്നൊരു സൗകര്യത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. ഒരു 700 ഭാഷകളെങ്കിലും അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം റിയാസ് ജനിച്ചു വീഴുന്ന തന്നെ ഇങ്ങനെ ഒരു ഭാഷകളുടെ ഒരു വലിയ സംഗമ ഭൂമിയിലാണ് റിയാസ് ജനിച്ചു വീഴുന്നത്. അതുകൊണ്ട് തന്നെ റിയാസിന് പലതരത്തിലുള്ള ഈ സംസ്കാരത്തിൻ്റെ പല മുഴക്കങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, റിയാസിന് മുമ്പേ പോയ 2 പ്രധാനപ്പെട്ട വിവർത്തകർ കാസർഗോഡ്, അവരെയും കൂടി ഒരു ഓർമ്മിക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്തെ ആൾ സി രാഘവൻ മാഷാണ്. സി രാഘവൻ മാഷാണ് കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്കും തിരിച്ച് മലയാളത്തിൽ നിന്ന് കന്നഡയിലേക്കും വിവർത്തനം നിർവഹിച്ചിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും വിവർത്തനം നിർവഹിക്കുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രം സാധ്യമായ പ്രവൃത്തിയാണ്. അത് ചെയ്ത ഒരാളാണ് രാഘവൻ മാഷ്. രാഘവൻ മാഷ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്, മലയാളിയായ രാഘവൻ മാഷ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത് ഒരു കൃതി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തതല്ല, മറിച്ച് തിരിച്ച് മലയാളത്തിലെ പ്രസിദ്ധമായ കൃതി കന്നഡയിലേക്ക് തർജ്ജമ അതുകൊണ്ടാണ്. അത് രണ്ടാമൂഴാണ് ആ പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത്. ഈ രണ്ടാമൂഴത്തിൻ്റെ കന്നഡ തർജ്ജമയുടെ പേര് ഭീമായണ എന്നാണ്. അതുകൂടി ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ഈ തർജ്ജമയെ പറ്റി പലതരത്തിലുള്ള സംവാദങ്ങൾ നടക്കുന്ന ഒരു കാലം ആണിത്. തർജ്ജമ എന്ന് പറഞ്ഞാൽ ഈ ഐക്കോണിക് ആയിട്ടുള്ള തർജ്ജമയാണോ എന്ന് പറഞ്ഞാൽ വിഗ്രഹാത്മക തർജ്ജമയാണോ? ഇപ്പോൾ തർജ്ജമയിലൊരു ക്ലാസിക് എന്നൊക്കെ സാധാരണഗതിയിൽ ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്നവർ പറയുന്നത് ചാപ്മാൻ്റെ ഹോമർ തർജ്ജമയാണ്. ഹോമറിനെ ചാപ്മാൻ തർജ്ജമ ചെയ്തപ്പോൾ ഹോമറിൽ എത്ര ശ്ലോകങ്ങളുണ്ടോ അത്ര തന്നെ ശ്ലോകങ്ങളാണ്, അല്ലെങ്കിൽ അത്ര തന്നെ സ്റ്റാൻസകളാണ് ചാപ്മാൻ്റെ തർജ്ജമയിലുള്ളത്. ഒരു വരി പെൻറ്റാമീറ്റർ എന്ന് പറയുന്ന ഹെക്സാമീറ്ററും പെൻറ്റാമീറ്ററും ഒക്കെയാണ് അതിൽ അവരുടെ വൃത്തങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, ഹോമർ ഉപയോഗിച്ചിട്ടുള്ളത്. അതേ സില്ലബിൾസ്, അത്ര നമ്പർ ഓഫ് സില്ലബിൾസ് തന്നെയാണ് ഈ ചാപ്മാൻ്റെ തർജ്ജമയിലും ഉള്ളത്. അപ്പം നമുക്കതിനെ ഈ പറയുന്ന തരത്തിൽ വിഗ്രഹാത്മക തർജ്ജമ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ ഐക്കോണിക്കാണ്. കറക്റ്റ് എന്താണോ ഒരു ഭാഷയിലുള്ള അതേപടി അതിൻ്റെ ഒരു പ്രതിബിംബം എന്ന നിലയ്ക്ക് ഈ റിസീവിങ് എൻഡിലെ ഭാഷയിലേക്ക് സ്വീകരിക്കുന്ന ഭാഷയിലേക്ക് അതേപടി തർജ്ജമ ചെയ്യുക എന്ന് പറയുന്നത്, അങ്ങനെ ഒരു രീതി ആണ് പഴയകാലത്ത് ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, ഈ ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുക കൂടി ചെയ്യും. ഇപ്പോൾ ഉദാഹരണമായിട്ട് കമ്പരാമായണം എന്ന് പറയുന്ന കൃതിയുണ്ട്. ഇത് വാത്മീകി രാമായണത്തിൻ്റെ തർജ്ജമയാണെങ്കിൽ വേണമെങ്കിൽ പറയാം. കാരണം വാത്മീകി രാമായണത്തിൽ അതേ കഥയാണ് കമ്പരാമായണത്തിലുള്ളത്. അവിടെയും രാമനുണ്ട്, ഇവിടെയും രാമനുണ്ട്, സീതയുണ്ട്, രാവണനുണ്ട്. ആ പ്രധാനപ്പെട്ട കഥാതന്തുക്കളൊക്കെ തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ആ വലിയ തരത്തിലുള്ള സംഘർഷ സ്ഥലങ്ങളൊക്കെ ഇതിലുമുണ്ട്. പക്ഷേ വാത്മീകി രാമായണത്തിൻ്റെ 10 ഇരട്ടിയെങ്കിലും വലുപ്പമുണ്ട് കമ്പരാമായണത്തിന്. എന്ന് പറഞ്ഞാൽ അതൊരു തരത്തിൽ ഒരു അനുബന്ധ തർജ്ജമ എന്നൊക്കെ പറയുന്ന പോലെ, എന്ന് പറഞ്ഞാൽ ഇൻഡെക്സിക്കലാണ്. അത് കുറേയും കൂടി വലുതാക്കുന്ന ഒരു രീതിയാണ് കമ്പൻ സ്വീകരിച്ചിട്ടുള്ളത്. പിന്നെ വേറെ ചില സംഭവങ്ങളുണ്ട്, സിംബോളിക് ആയിട്ടുള്ള തർജ്ജമ. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഈ രാമായണം തന്നെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ജൈന രാമായണങ്ങൾ എടുക്കുകയാണെങ്കിൽ കഥയിൽ സ്വാതന്ത്ര്യം എടുക്കുന്നുണ്ട്. ഇപ്പോൾ ജൈന രാമായണമാണ് ഈ പത്മചരിതം എന്ന് പറയുന്ന കൃതി. ഈ പത്മചരിതത്തിൽ രാവണനെ കൊല്ലുന്നത് രാമനല്ല, മറിച്ച് ലക്ഷ്മണനാണ്.
കാരണം ജൈന മുനിയാണ് ജൈനരാമായണത്തിൽ രാമൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ജൈനന്മാരെന്ന് പറഞ്ഞാൽ അഹിംസയെ പ്രഘോഷിക്കുന്നവരാണ്. അവർ മുഖത്ത് ടവലൊക്കെ വെച്ച് കെട്ടി നടക്കുന്നതാണ്. അപ്പോൾ അവരുടെ മുനി എന്ന് പറയുന്നത് ഹിംസ ചെയ്യാൻ പാടില്ല. രാമനെ അതുകൊണ്ട് രാവണനെ കൊല്ലാൻ പറ്റില്ല ജൈനരാമായണത്തിൽ. അവിടെ ഈ രാവണനെ കൊല്ലുന്നത് ലക്ഷ്മണനാണ്. ലക്ഷ്മണൻ അത്രയും എത്തിയിട്ടില്ല, രാമൻ്റെ അത്ര ഒരു പരമപദത്തിൽ എത്താത്തത് കൊണ്ട് ലക്ഷ്മണന് കൊല്ലാം. അപ്പം അതുകൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഈ തർജ്ജമ എന്ന് പറയുന്ന ഒറ്റ വാക്കിൽ നമുക്ക് പലതരത്തിലുള്ള സംഗതികളുണ്ട്. രാഘവ മാഷ് രണ്ടാം മൂഴം ചെയ്തപ്പോൾ അതാണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ കന്നഡയിലായപ്പോൾ രണ്ടാം മൂഴം എന്ന് പറയുന്ന ടൈറ്റിൽ വരെ മാറ്റി ഭീമായണ എന്നാക്കി, ഭീമൻ്റെ അയനമാക്കി അതിനെ മാറ്റുന്നുണ്ട്. നമുക്കത് വായിച്ചവർക്കറിയാം, ഭീമൻ്റെ അയനാണല്ലോ ആ രണ്ടാം മൂഴം എന്ന് പറയുന്ന കൃതി. അപ്പോൾ അതിനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി രാഘവ മാഷ്ക്ക് കൊടുക്കുന്നത്. തിരിച്ച് ഇങ്ങോട്ട് ഒരുപാട് പ്രധാനപ്പെട്ട കൃതികൾ രാഘവ മാഷ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. അനന്തമൂർത്തിയുടെ അവസാനകാല നോവലുകൾ അടക്കം പല കൃതികളും ഈ കന്നഡത്തിൽ നിന്ന് മലയാളത്തിലേക്കും അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല വലിയ പണ്ഡിതനുമായിരുന്നു. തുളു ഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിസീസ് എന്ന് പറഞ്ഞാൽ രാഘവ മാഷ തിസീസാണ്. എങ്ങനെയാണ് ഈ തുളു എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഷ, ദക്ഷിണ കന്നഡ ജില്ലയിൽ മാത്രം, മംഗലാപുരത്തും ചുറ്റും മാത്രം നിലനിൽക്കുന്ന ഒരു ഭാഷയെ ഒരു ഭാഗത്തുനിന്ന് മലയാളവും മറുഭാഗത്തുനിന്ന് കന്നഡവും, ഇങ്ങനെ കൊളോണിയൽ അധിനിവേശം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഈ രണ്ട് ഭാഷകളും കൂടി അധിനിവേശം നടത്തിയിട്ട് തുളുവിനെ എങ്ങനെയാണ് അതിൻ്റെ ഒരു ജൈവികത നഷ്ടപ്പെടുത്തിയെന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു തിസീസും രാഘവ മാഷ്ടെ ആയിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് എത്തുമ്പോൾ, ഞാൻ 2014 കാസർഗോഡ് എത്തുന്നത്. അപ്പോഴേക്കും രാഘവ മാഷ് മരിച്ചു പോയിരുന്നു. എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. രാഘവ മാഷ് വീട്ടിൽ പോവുകയും അവരോടൊക്കെ ഈ പറഞ്ഞ പോലെ രാഘവ മാഷ പല വർക്കുകളും കാണാനൊക്കെ സാധിച്ചിട്ടുണ്ട്. രാഘവ മാഷ പോലുള്ളൊരു വിവർത്തകൻ ഇത് ജീവന് വരെ ഭീഷണി നേരിട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ ഈ കാര്യത്തിൽ ഓർക്കണം. വിവർത്തനം എന്ന് പറഞ്ഞാൽ വെറും സാഹിത്യ പരമായിട്ടുള്ള ഒരു എക്സർസൈസ് മാത്രമല്ല, മറിച്ച് ജീവൻ പടയം വെക്കേണ്ടി വന്നിട്ടുണ്ട്. സാറ അബൂബക്കർ എന്ന് പറയുന്ന ഈയിടെ മരിച്ചുപോയ കാസർഗോട്ടുകാരിയായിരുന്നു. പക്ഷെ അവർ കന്നഡയാണ് അവരുടെ മാതൃഭാഷ. അവർ ചന്ദ്രഗിരി കരയിൽ എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിട്ടുണ്ട്. വളരെ പ്രസിദ്ധമായ നോവലാണ്. ഈ കന്നഡയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരു നോവലാണ് ചന്ദ്രഗിരി കരയിൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാസർഗോട്ടെ യാഥാസ്ഥിതിക മുസ്ലിങ്ങൾക്കിടയിലെ ചിലതരം അനാചാരങ്ങൾ അതിനിശ്ചിതമായി ഒരു സ്ത്രീയുടെ പക്ഷത്ത് നിന്ന്, ഒരു മുസ്ലിം സ്ത്രീയുടെ പക്ഷത്ത് നിന്ന് വിമർശിക്കുന്ന നോവലായിരുന്നു ചന്ദ്രഗിരി കരയിൽ എന്ന് പറയുന്ന ഈ നോവൽ. അപ്പോൾ ഇത് കന്നഡയിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഭൂമിക, നോവലിൻ്റെ ഭൂമിക കന്നഡ ഭാഷയിലാണ് എഴുതപ്പെട്ടെങ്കിലും ഇപ്പോൾ കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് ചന്ദ്രഗിരി പുഴയുടെ തീരാണ് അതിൻ്റെ ഭൂമിക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കാസർഗോഡ് നഗരത്തിൻ്റെ അതിർത്തി നിർണ്ണയിക്കുന്നത് ഈ ചന്ദ്രഗിരി പുഴയാണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ വിവർത്തനം ചെയ്യുന്ന ഭാഷയിൽ ആ മനുഷ്യർക്കാണ് കൂടുതൽ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുക. മറ്റേ കുറച്ചുകൂടി ദൂരമുണ്ട്. അപ്പോൾ ഇത് തർജ്ജമ ചെയ്തപ്പോൾ കാസർഗോഡ് നഗരത്തിൽ അന്ന് വലിയ ഒരു കലാപം, വർഗീയ കലാപം ഉണ്ടാവുന്ന ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു. ബാബറി മസ്ജിദിൻ്റെ തകർച്ചയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു ചേരിതിരിവ് സൃഷ്ടിക്കാൻ ഈ രാഷ്ട്രീയ സംഘടനകൾ, പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വ വർഗീയ ഫാസിസ്റ്റുകളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഇത് തർജ്ജമ വരുന്നത്. ഈ ചന്ദ്രഗിരിക്കരയിൽ എന്ന് പറയുന്ന തർജ്ജമ വരുന്നത്. രാഘവമാഷ്ക്ക് ഇത് ഈ തർജ്ജമ ചെയ്തുകൊണ്ടിരിക്കെ ഒരുപക്ഷെ രാഘവ മാഷ്ക്കോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസിദ്ധീകരണത്തിൻ്റെ എഡിറ്ററോ അത് ആർക്കാണ് ഇത് പേടിയായെന്നറിയില്ല. ഈ നോവലിൽ അവസാനം ഈ നായിക പള്ളിക്കുളത്തിൽ ചാടി മരിക്കുന്ന ഒരു രംഗമാണുള്ളത്. അപ്പോൾ ഇതങ്ങനെ തന്നെ എഴുതി വെച്ചാൽ ആ സമയത്ത് കാസർഗോഡ് എന്തുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ നോവലിൻ്റെ ഭൂമിക എന്ന് പറയുന്ന കാസർഗോഡാണ്. ആ കഥാപാത്രങ്ങളുടെ പല പ്രോട്ടോടൈപ്പും കാസർഗോഡ് നഗരത്തിൽ അന്നും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത് പ്രസിദ്ധീകരിച്ച് എന്തുണ്ടാവുമെന്ന് അറിയില്ല. അതുകൊണ്ട് ആരോ പേടിച്ചിട്ട് അവസാനം ചന്ദ്രഗിരി പുഴയിൽ ചാടി മരിക്കുന്നതാക്കിയിട്ട് ഇതിൻ്റെ അവസാനം മാറ്റി ആണ് ചെയ്തത്. എന്ന് പറഞ്ഞാൽ വാരികയിൽ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ അവസാന ഭാഗം നോവലിൽ നിന്ന് മാറിയിട്ട് പള്ളിക്കുളത്തിൽ ചാടി മരിക്കുന്നതിന് പകരം കുറച്ച് അകലെയുള്ള ചന്ദ്രഗിരി പുഴയിലേക്ക് ഈ മരണരംഗം മാറ്റുകയാണ് ഉണ്ടായത്. കാരണം ഈ എഡിറ്ററാണെന്ന് പറയുന്നു. എനിക്ക് എൻ്റെ വിശദാംശങ്ങൾ അന്വേഷിക്കാൻ രാഘവമാഷ അന്ന് ഉണ്ടായിരുന്നില്ല.
ഞാൻ കണ്ടിട്ടുള്ള കാസർഗോട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട വിവർത്തനം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം കേന്ദ്ര സാഹിത്യ അക്കാദമി വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ KV കുമാരൻ മാഷാണ്. KV കുമാരൻ മാഷാണ് കന്നഡയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായ ചോമനതുടി എന്ന് പറയുന്ന ശിവരാമ കാരന്തിൻ്റെ നോവല് മലയാളത്തിലേക്ക് ചോമൻ്റെ തുടി എന്നുള്ള പേരിൽ വിവർത്തനം ചെയ്തത്. മലയാളികൾ ഏറ്റുവാങ്ങിയ ഒരു വിവർത്തന കൃതിയായിരുന്നു ഈ ചോമനതുടിയുടെ മലയാളം വിവർത്തനം എന്ന് പറയുന്നത്. മാത്രമല്ല ദിവാകരൻ പോറ്റി സാറുമായി ഒരു കൂട്ടിവെക്കാവുന്ന ചേർത്ത് വായിക്കാവുന്ന ഒരു ബന്ധവും KV കുമാരൻ മാഷ്ക്കുണ്ട്. യശ്പാലിനെ ധാരാളം തർജ്ജമ ചെയ്തിട്ടുണ്ട്. യശ്പാലിൻ്റെ കൊടുങ്കാറ്റടിക്കുന്ന നാളുകൾ എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങൾ തർജ്ജമ ചെയ്തത് കുമാരൻ മാഷാണ്. അപ്പോൾ അങ്ങനെ KV കുമാരൻ മാഷും C രാഘവൻ മാഷൊക്കെ ഒരുപക്ഷെ നമ്മൾ അവർക്ക് അർഹിക്കുന്ന ആദരം കേരളം കൊടുത്തിട്ടില്ല എന്ന് പറയും. കാരണം അവർ ഉത്തര കേരളത്തിലാണ്. ഉത്തര കേരളം പൊതുവെ ഈ സംസ്കാരത്തിൻ്റെ കേന്ദ്രമായ അല്ലെങ്കിൽ തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ആളുകൾക്ക് ഏതോ വിദൂര നാടാണ് കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ഉണ്ടായിട്ടുള്ള തർജ്ജമയിലെ വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകളെ കേരളം വേണ്ട വിധം അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും അവരെ ആ നാട്ടിൽ മാത്രമേ പലപ്പോഴും അറിയുള്ളൂ. ഇവർ ചെയ്തിട്ടുള്ള പണി എന്ന് പറയുന്നത് ഇപ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് അല്ലെങ്കിൽ ഏത് വിദേശ ഭാഷയിലെ കൃതികളും ഇംഗ്ലീഷിൽ കൂടി മലയാളത്തിലെത്തുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ വിവർത്തനം എന്ന് വിളിച്ചിരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്ത ഒരാളാണ് ദിവാകരൻ പോറ്റി മാഷ്, നമുക്കറിയാം. അപ്പം അതുപോലെ അതിനെ ബ്രേക്ക് ചെയ്തിട്ട് സുന്ദരരാമസ്വാമി പറഞ്ഞ പോലെ നമുക്ക് കാഫ്കയെ അറിയാം, കാമ്യുവിനെ അറിയാം, തൊട്ടടുത്ത് കിടക്കുന്ന മാസ്തിയെ പക്ഷെ അറിയില്ല, അല്ലെങ്കിൽ കുവമ്പുവിനെ അറിയില്ല, അല്ലെങ്കിൽ സുബ്രഹ്മണ്യ ഭാരതിയെ അറിയില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാദേശിക ഭാഷയിലെ എഴുത്തുകാരെ നമുക്കറിയില്ല എന്ന് പറയുന്നത് അതൊരു നമ്മുടെ എഴുത്തിൻ്റെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ സംസ്കാരത്തിൻ്റെ വലിയ വൈരുദ്ധ്യമായിട്ട് കാണണം. നമുക്ക് ദൂരങ്ങളിലിരിക്കുന്ന ഇപ്പം മാർക്കേസിനെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, അല്ലെങ്കിൽ യോസയെ അറിയാം. ലാറ്റിൻ അമേരിക്കയിൽ നമ്മൾ അറിയാത്ത, ഭൂപടത്തിൽ അറിയാത്ത രാജ്യങ്ങളിൽ വസിക്കുന്ന എഴുത്തുകാരെ പോലും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. പക്ഷേ നമ്മുടെ തൊട്ടടുത്ത ദേശത്ത് തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഒക്കെ എഴുതുന്ന, അല്ലെങ്കിൽ ഭോജ്പുരിയിൽ എഴുതുന്ന ബംഗാളി നമുക്കറിയാം. ബംഗാളിൻ്റെ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ ബംഗാളി നോവലുകൾ മലയാളത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അതല്ലാതെ ബംഗാളിനെ ഒഴിച്ച് നിർത്തിയാൽ ഒരു പക്ഷേ ഒരു പരിധി വരെ ഹിന്ദിയെയും ഒഴിച്ചു നിർത്തിയാൽ, ഹിന്ദിയിലും കവിതയൊന്നും തീരെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇപ്പം വലിയ എഴുത്തുകാരായ മുക്തിബോധ് പോലെയുള്ള ഹിന്ദിയിലെ കവികളെ മലയാളം കവിത എഴുതുന്ന എത്ര പേർക്ക് അറിയാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാർക്കേ അറിയുന്നു, നമുക്ക് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ ഉണ്ടായിട്ടുള്ള കൃതികളെ മലയാളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അയൽ ദേശങ്ങളിലെ ഒരു സാംസ്കാരികമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെ അല്ലെങ്കിൽ സാംസ്കാരിക വ്യത്യാസത്തെ നമ്മുടെ ഭാഷയുമായി ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഭാഷയ്ക്കൊരു കുതിപ്പുണ്ടാവുക. എപ്പോഴും ഭാഷയിൽ ആധുനികത സംഭവിക്കണമെങ്കിൽ, ഭാഷ പുതിയ സ്ഥലത്തേക്ക് നീങ്ങണമെങ്കിൽ, ഈ ഭാവുകത്വം പുതിയ സ്ഥലത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കണമെങ്കിൽ വലിയ തരത്തിൽ നമുക്ക് മറ്റൊരു ഭാഷ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കണം. നമ്മുടെ ഈ മലയാളത്തിലെ ആളുകളുടെ പേര് മാറിയത് നോക്കിയാൽ അറിയാം എങ്ങനെയാണ് പേര് മാറിയത്. ഇപ്പം എൻ്റെ തലമുറയ്ക്ക് തൊട്ട് മുമ്പിൽ രവീന്ദ്രൻ എന്നുള്ള പേര് വരുന്നു, അല്ലെങ്കിൽ അത്തരം പേരുകൾ ധാരാളമായിട്ട് വരുന്നു. അതിൻ്റെ മുമ്പത്തെ തലമുറയിൽ കുഞ്ഞിറ്റി എന്നായിരുന്നു പേര്, അല്ലെങ്കിൽ വളരെ മലയാളിത്തം തുളുമ്പുന്ന പേരുകളായിരുന്നു. ഇത് പെട്ടെന്ന് രവീന്ദ്രനാവുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊക്കെ വരുമ്പോൾ ലെനിൻ എന്നുള്ള പേര് വരുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള പേരുകൾ ഇവിടേക്ക് വരുന്നു, പ്രവീൺ എന്നുള്ള പേര് വരുന്നു, ബംഗാളി പേരുകൾ വരുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മുടേതായിട്ട് തീരുകയാണ്. പിന്നീട് ഇവിടെ ഈ ശംഖാഘോഷ് എന്ന് പറയുന്ന ബംഗാളി കവി കുമാരനാശാൻ്റെ ഏതോ ഒരു കൊല്ലം, കുമാരനാശാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യം നിറഞ്ഞ കൊല്ലം തോന്നയ്ക്കൽ പ്രസംഗിക്കാൻ വന്നു. അപ്പോൾ ശംഖാഘോഷ് അന്വേഷിച്ച് കണ്ടുപിടിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നളിനി എന്ന് പറയുന്ന കാവ്യം എഴുതുന്നവരെ, കുമാരനാശാൻ നളിനി എഴുതുന്നവരെ, നളിനി എന്നുള്ള പേര് ബംഗാളി പേരായിരുന്നു. മലയാളിക്ക് പരിചയമേ ഇല്ലായിരുന്നു നളിനി എന്ന് പറയുന്ന പേര്.
ഒരു ദൂരെയുള്ള ഒരു പേരായിരുന്നു. പക്ഷെ നളിനി എന്ന് പറഞ്ഞ ഒരു കൃതി വന്നപ്പോൾ എല്ലാ ഗ്രാമത്തിലും ഓരോ നളിനിമാരുണ്ടായി എന്ന് പറഞ്ഞാൽ അത്ര പരിചിതമായൊരു നാമധേയമായിട്ട് അത് മാറുന്നുണ്ട്. ഇതേപോലെയാണ് ഒരു കൃതി വരുമ്പോൾ, പുറം ഭാഷ എന്നൊരു കൃതി വരുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ഭൂമികയിലെ ഒരു ഭാവുകത്വം നമ്മുടെ ഈ മലയാളത്തിലേക്ക് കടന്നു വരുമ്പോൾ മലയാളം അതുമായി പ്രതിപ്രവർത്തിക്കാനും അത് ഈ ഭാവുകത്വ വികാസത്തിനെ സഹായിക്കുകയും ചെയ്യും. മലയാളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് അതിർത്തികൾ ഇങ്ങനെ കൊട്ടിയടച്ച ഭാഷയൊന്നുമല്ല. ബംഗാളിയും തമിഴൊക്കെ കുറേയും കൂടി കൊട്ടിയടച്ച ഭാഷയാണ്. അവർ ഒരു പദത്തിനെ ഇങ്ങോട്ട് കടത്തിവിടില്ല, പെട്ടെന്ന് കടത്തിവിടില്ല, വളരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്തിട്ടേ കടത്തിവിടുള്ളൂ. സുന്ദരരാം സ്വാമി ഒരിക്കലും ഇവിടെ വന്ന് പ്രസംഗിക്കുണ്ടായി, മലയാളം എന്ന് പറഞ്ഞാൽ പശഭാഷയാണ്. അപ്പോൾ എന്താ ഈ പശഭാഷ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ കാലത്ത് മനോരമ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ സുന്ദരരാമസ്വാമിക്ക് മലയാളം അറിയാം, നാഗർകോവിലുകാരനാണ്, കുറേ കാലം കേരളത്തിൽ തിരുവനന്തപുരത്ത് താമസിച്ചാണ്. അതുകൊണ്ട് ഞാൻ കാലത്ത് മനോരമ പേപ്പർ വന്നപ്പോൾ വായിച്ചു നോക്കി, ഏറ്റവും വലിയ വാർത്ത പാർലമെൻറ്റിൽ ബിൽ പാസ്സായി എന്നാണ്. പാർലമെൻറ്റിൽ ബിൽ പാസ്സായി. ഞാൻ നോക്കിയപ്പോൾ പാർലമെൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, ബില്ലെന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്, പാസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇതിലെവിടെ മലയാളം? ഇൽ എന്ന് പറയുന്ന മലയാളമാണ്. എന്ന് പറഞ്ഞാൽ പാർലമെൻ്റ് എന്ന് പറയുന്ന പദത്തിനെയും ബില്ലെന്ന് പറയുന്ന പദത്തിനെയും തമ്മിൽ ചേർത്തൊട്ടിക്കുന്ന എൽ എന്ന് പറയുന്ന പദം മലയാളമാണ്. പിന്നെ ഈ എന്ന് പറയുന്ന അവസാനം പാസ്സായി എന്നുള്ളതിൽ ഈ മലയാളമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഭാഷ ഒരു പശഭാഷയാണെന്ന്, രണ്ട് ഇംഗ്ലീഷ് പദങ്ങളെ കൂട്ടി ചേർത്തൊട്ടിക്കുന്ന ഒരു പശയാണ് നിങ്ങളുടെ ഭാഷ എന്ന് പച്ചയ്ക്ക് സുന്ദരരാമസ്വാമി പറയും. ഇത് തമിഴിൽ ഉണ്ടാവില്ല, തമിഴിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവാണ്. അപ്പം ഞാനല്ല ആ സമ്മേളനത്തിൽ പങ്കെടുത്ത ഒരാൾ മാത്രമായിരുന്നു ഞാനിത് കേട്ടപ്പോൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം, അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ മരസാമാനങ്ങളുടെ പേര് മുഴുവൻ പോർച്ചുഗീസ് പേരുകളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മേശ എന്ന് പറഞ്ഞാൽ മലയാളി പദമാണെന്ന് നമ്മൾ വിചാരിക്കും. അത് പോർച്ചുഗലിൽ ലിസ്ബണിൽ ചെന്ന് നിങ്ങൾ മേശ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും, കാരണം അവരുടെ പദമാണ്. കസേര അവരുടെ പദമാണ്, ജനാല അവരുടെ പദമാണ്, ഇതൊക്കെ പോർച്ചുഗീസ് പദമാണ് അല്ലേ. പിന്നെ അതുപോലെ വക്കീൽ കോടതിയിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ പറയുന്ന ഹർജി, വക്കീല്, ഇതൊക്കെ അറബി അല്ലെങ്കിൽ പേർഷ്യൻ അല്ലെങ്കിൽ ഉറുദു പദമാണ്. നമ്മൾ ഏറ്റവും ഉച്ചത്തിൽ നമ്മളെ പ്രകാശിപ്പിക്കുമല്ലോ റോട്ടിലിറങ്ങി സമരം ചെയ്യുമ്പോൾ, എന്താ വിളിക്കുക നമ്മൾ? ഇൻകുലാബ് സിന്ദാബാദ്. മലയാളമാണോ എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഏറ്റവും ഉച്ചത്തിൽ പ്രകാശിപ്പിക്കുന്ന ഭാഷ പോലും മലയാളമല്ല. അത് ഈ പറഞ്ഞ പോലെ എന്തോ പേർഷ്യനോ ഉറുദുവോ ആണ് ഇൻകുലാബ് സിന്ദാബാദ്, അല്ലെങ്കിൽ ജയ് ഹിന്ദ് എന്ന് വിളിക്കും അല്ല. ഇനി വേറെ പാർട്ടി ആണെങ്കിൽ ജയ് ഹിന്ദ് എന്ന് വിളിക്കും. എന്താ ജയ് ഹിന്ദ്? അത് ഹിന്ദിയാണ് അല്ലേ. അപ്പം നമ്മളെ തന്നെ ഉച്ചത്തിൽ പ്രകാശിപ്പിക്കുന്ന ഭാഷ പോലും മലയാളമല്ല എന്ന് പറയും. പക്ഷെ അതിൻ്റെ അർത്ഥം മലയാളം മോശമാണെന്നുള്ളതല്ല. മലയാളം അതിർത്തി തുറന്നിട്ട ഭാഷയാണ്. നമുക്ക് ഈ മേശ എവിടെ നിന്ന് വന്നു നമ്മുടെ ജീവിതത്തിൽ നിന്നറിയാൻ ഗവേഷണം നടത്തേണ്ട, നേരെ ഈ ഭാഷ നോക്കിയാൽ മതി. അത് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ്. മരസാമാനങ്ങൾ മുഴുവൻ സാധാരണ വീട്ടിലെത്തിച്ച് പോർച്ചുഗീസുകാരാണ്. അപ്പോൾ അതുകൊണ്ട് ആ പദം തന്നെ നമ്മൾ സ്വീകരിച്ചു എന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ മലയാളത്തിന് ഈ അതിർത്തികൾ വലിയ പോലീസുകാരൊന്നുമില്ലാത്ത, പട്ടാളക്കാരൊന്നും നിർത്തിയിട്ടില്ലാത്ത ഭാഷയാണ്. അതുകൊണ്ട് ഇതിലേക്ക് കടന്നു വരാം. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഈ കടന്നുവരവെന്ന് പറയുന്നത് നമ്മളെ കീഴടക്കാനുള്ള, ഒരു ഭാഷയെ കീഴടക്കാനുള്ള വരവായി മാറാതിരുന്നാൽ മതി. ആ കാര്യത്തിൽ ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇങ്ങനെ പല ഭാഷകളും വരുന്നതും പോകുന്നതൊക്കെ ഒരർത്ഥത്തിൽ മലയാളത്തിന് ഒരു സെക്യുലർ ഭാഷയായി, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷയായി, ഒരു മതേതര ഭാഷയായിട്ട് മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിവർത്തനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടാണ് തുഞ്ചത്ത് എഴുത്തച്ഛൻ എന്ന് പറയുന്ന വിവർത്തകനാണ് മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയുന്നത് അല്ലേ. അദ്ദേഹം ചെയ്ത പ്രധാനപ്പെട്ട കൃതി എന്താ? പ്രധാനപ്പെട്ട കൃതികളൊക്കെ തന്നെ വിവർത്തനങ്ങളാണ് അല്ല, ശരിയല്ലേ? വിവർത്തനങ്ങളാണ്. അല്ലെങ്കിൽ പാവങ്ങൾ എന്ന് പറയുന്ന EMS ഒക്കെ എഴുതിയിട്ടുള്ള പോലെ എൻ്റെ ശൈലിയെ തന്ന ഒരു പുസ്തകമാണ് പാവങ്ങൾ. പാവങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയുള്ള ആ പുസ്തകം മലയാളത്തിൽ ഉണ്ടാക്കിയ ചലനങ്ങളെ പറ്റി അറിയണമെങ്കിൽ ചെറുകാടിൻ്റെ ജീവിതപാത വായിച്ചാൽ മതി അല്ലേ. കൂട്ടുകാരൻ
ചെറുകാടിനോട് പറയാണ്, നിനക്ക് പാവങ്ങൾ പുസ്തകം ഞാൻ വായിക്കാൻ തരാം. പണമുള്ള കൂട്ടുകാരനായതുകൊണ്ട് അവൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് കിട്ടില്ല. അപ്പോൾ സ്വകാര്യമായിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. പക്ഷേ നിൻ്റെ കയ്യിൽ തരില്ല, വീട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല, എൻ്റെ വീട്ടിൽ വന്നിരുന്ന് വായിക്കണം എന്ന് പറയാണ്. അങ്ങനെ ചെറുകാട് 2 കെട്ട് ബീഡിയും അതുപോലെ 2 ദിവസം താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമായിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പം അദ്ദേഹം കുറേ സഹായിച്ചു, പായൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വല്ല കല്യാണത്തിന് പോകുന്ന പോലെയാണ് പുസ്തകം വായിക്കാൻ ചെറുകാട് പോകുന്നത്. അവിടെ ഇരുന്നിട്ടാണ് ആദ്യത്തെ വാല്യം വായിക്കുന്നത്. അതെൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റി തീർത്തു എന്ന് ഒരാളോടും പറയാൻ പറ്റില്ല എന്ന് ചെറുകാട് പറയുന്നുണ്ട്. ആ പുസ്തകം അവിടെ ഇരുന്ന് ഒറ്റയടിക്ക് 3 ദിവസവും മറ്റോ ഇരുന്നിട്ടാണ് ആദ്യത്തെ വാല്യം വായിക്കുന്നത്. അപ്പോൾ ഈ വായിക്കുന്ന കണ്ടപ്പോൾ ഈ സുഹൃത്തിന് ഒരു തരത്തിൽ സന്തോഷം തോന്നി. അതുകൊണ്ട് 2ാമത്തെ വാല്യം കയ്യിൽ കൊടുത്തു. നീ വീട്ടിൽ പോയിട്ട് വായിച്ചിട്ട് കൊണ്ടുവന്ന വളരെ സൂക്ഷ്മതയോടുകൂടി കേടാക്കാതെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവിടുന്നത്. അപ്പം ഞാൻ ആലോചിക്കും, വിക്ടർ ഹ്യൂഗോ മരിച്ചു പോയി അല്ലെങ്കിൽ മരിച്ചു പോയിട്ടാണ് തർജ്ജമ തന്നെ ചെയ്യുന്നത്. വിക്ടർ ഹ്യൂഗോ എന്നെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവുമോ? ഫ്രാൻസിൽ ജനിച്ച് ജീവിച്ച ഒരു എഴുത്തുകാരൻ, അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവുമോ? അദ്ദേഹം പേര് പോലും കേൾക്കാത്ത ഒരു സ്ഥലമായിരിക്കും അന്ന് കേരളം എന്ന് പറയുന്നത്. ഇന്ത്യ എന്ന് തന്നെ കേട്ടിട്ടുണ്ടോ നമുക്ക് അറിയില്ല, ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, വലിയ സ്കോളറൊക്കെ ആയതുകൊണ്ട്. പക്ഷേ ഒരിക്കലും കേരളം എന്ന് പറയുന്ന സ്ഥലം കേൾക്കാൻ വഴിയില്ല. അവിടുത്തെ ഒരു മൂലയിലുള്ള ഒരു രാജ്യത്തെ മലയാളം എന്ന് പറയുന്ന ഒരു ഭാഷയിൽ ആ പുസ്തകം എത്തിപ്പെടുന്നു. അത് ഇവിടെ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നു. മാനവികത എന്ന് പറയുന്ന ഒരു ആശയം കൊണ്ടുവരുന്നു. ഞങ്ങളും നിങ്ങളും സമന്മാരാണെന്ന് പറയുന്ന, അല്ലെങ്കിൽ പാവങ്ങൾക്കൊരു ജീവിതമുണ്ട് ഈ ലോകത്ത്. ആ ജീവിതം എന്ന് പറയുന്ന ആരെങ്കിലും ഔദാര്യമായിട്ട് നൽകുന്നതല്ല, മറിച്ച് ഞങ്ങളുടെ അവകാശമാണെന്ന് പറയുന്ന ബോധ്യം ഉണ്ടാവുന്നു. ഇതൊന്നും വിക്ടർ ഹ്യൂഗോ യൂറോപ്യൻ ലാൻഡ്സ്കേപ്പിലല്ലാതെ അതിന് പുറത്തുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ഹ്യൂഗോൻ്റെ വിദൂരമായ ഭാവനയിൽ പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പം അത് സംഭവിച്ചൊരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിവർത്തനം എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം പറയാൻ പോകുന്ന ആളെ പത്തലെടുത്ത് തല്ലണം. കാരണം നമ്മുടെ ഭാഷയിൽ അങ്ങനെ ചേർന്നലിഞ്ഞ് കിടക്കുന്ന ഒന്നാണ് ഈ വിവർത്തനം എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഈ കൗമാരപ്രായത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന കാലത്ത് കൊടുങ്ങല്ലൂർ പ്രദേശത്ത് അന്ന് കരിക്കട്ടോണ്ട് മതിലിൽ ചിരിക്കുന്ന മനുഷ്യ, നിങ്ങൾ അതിഭീകരമായ വാർത്തകൾ കേൾക്കാനിരിക്കുന്നതേയുള്ളൂ എന്നൊക്കെ പറയുന്ന വരി എഴുതും. ബെർത്തോൾഡ് ബ്രെഹത്തിൻ്റെ വരിയാണ്. ജർമ്മനിയിൽ ഈ പറഞ്ഞ പോലെ കേരളം എന്ന് പറയുന്നത് ഒരു തരത്തിലും കേട്ടിട്ടില്ലാത്ത മനുഷ്യനായിരിക്കണം ബ്രെഹത്ത്. ആ ബ്രെഹത്ത് എഴുതിയ വരി കൊടുങ്ങല്ലൂർ നമ്മൾ ആവേശം കൊള്ളുകയാണ്. അല്ലെങ്കിൽ നെരൂദയുടെ വരികൾ ഇതൊക്കെ ആവേശം കൊള്ളുകയാണ്. അപ്പം അങ്ങനെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഭാഷാ മൗലികവാദം ഇല്ലാത്തതിനാൽ അങ്ങനെ ഈ പുറം ഭാഷകളെയും പുറം കൃതികളെയും അങ്ങേയറ്റം 2 കൈയും നീട്ടി സ്വീകരിച്ചൊരു ഇടമാണ് കേരളം. സ്വീകരിക്കാൻ മാത്രമല്ല, അവ വായിച്ചിട്ട് കേരളത്തിൻ്റെ സമൂഹ സങ്കല്പം മാറിയിട്ടുണ്ട്, വ്യക്തിസങ്കല്പം മാറിയിട്ടുണ്ട്, മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആ നിർവചനം അങ്ങേയറ്റം മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഗതിയാണ്. അതിൽ വലിയ പ്രാധാന്യം നിർവഹിച്ച ആളാണ് ഇ കെ ദിവാകരൻ പോറ്റിയെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. ആ അവാർഡ് റിയാസിന് കിട്ടുമ്പോൾ റിയാസ് എന്താണോ ദിവാകരൻ പോറ്റി മാഷ് കൂട്ടരും ചെയ്തത്, പുതിയ കാലത്ത് അത് ചെയ്യാണ് റിയാസ് ചെയ്തത്. റിയാസ് ചെയ്തിട്ടുള്ള കൃതികൾ നിങ്ങൾ നോക്കിയാലറിയാം. ഒന്ന് ചുവന്ന തത്ത എന്ന് പറയുന്ന മാതൃഭൂമിയിലെ ഒരു ലക്കത്തിൽ വന്ന കഥയാണ്. വസുധേന്ദ്ര എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരനായ കന്നഡ കഥാകൃത്തിൻ്റെ കഥയാണ് ചുവന്ന തത്ത. ആ കഥ വായിച്ചാൽ ഈ കോർപ്പറേറ്റുകളുടെ ഖനനം, പ്രത്യേകിച്ച് ഉത്തര കർണാടകത്തിൽ ഈ കോർപ്പറേറ്റുകൾക്ക് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഈ എല്ലാ വിഭവങ്ങളും വളരെ സൗജന്യമായിട്ട് എടുക്കാൻ അത് കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഭരണക്രമം വന്നപ്പോൾ അവിടുത്തെ ജീവിതം എങ്ങനെ തകിടം മറിഞ്ഞു. ഈ ഒറ്റ കഥ വായിച്ചാൽ മതി. ആ ജീവിതം എന്ന് പറയുമ്പോൾ മനുഷ്യരുടെ ജീവിതം മാത്രമല്ല, മറിച്ച് ഈ ജന്തുക്കളുടെയും പക്ഷികളുടെയും ജീവിതത്തിൽ എങ്ങനെ വ്യത്യാസം വന്നു എന്ന് അറിയുന്നത് ഈ ചുവന്ന തത്ത എന്ന് പറയുന്ന ഒറ്റ കഥ വായിച്ചാൽ മതി. വസുധേന്ദ്ര എന്ന ഒരു ചെറുപ്പക്കാരനാണ്, എറണാകുളത്ത് IT ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം അങ്ങനെ പുതിയ കാലത്തിൻ്റെ കഥകളാണ് ഈ ചുവന്ന തത്തയിൽ
ചുവന്ന തത്തയും മറ്റ് കഥകളും കന്നഡയിലെ പുതുകഥകൾ എന്ന് പറയുന്ന സമാഹാരത്തിൽ റിയാസ് കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊരു പുസ്തകം എന്ന് പറയുന്നത് ശ്രീലങ്കൻ കഥകളാണ്. റിയാസ് തമിഴ് കാസർഗോഡ് കിട്ടുന്നതല്ല, അത് റിയാസ് ഈ പറഞ്ഞ പോലെ അത് പഠിച്ചെടുക്കുകയും തമിഴ് പഠിച്ചെടുക്കുകയും അങ്ങനെ തമിഴിലെ പ്രധാനപ്പെട്ട കുറേ കൃതികൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കൃതി എന്ന് പറയുന്നത്, ഇപ്പം തമിഴ് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിലെ മാത്രം ഭാഷയല്ല, നമ്മുടെ അപ്പുറത്ത് കിടക്കുന്ന ഒരു കാലത്ത് നമുക്ക് അന്നം തന്ന അയൽനാടായ ശ്രീലങ്കയിലും തമിഴാണ് പ്രധാനപ്പെട്ട ഒരു ഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ തമിഴിന് വ്യത്യാസമുണ്ട്. കാരണം അവിടുത്തെ ജീവിതം എന്ന് പറയുന്നത് സ്ട്രഗിളിൻ്റെ കുറേ കൂടി സമര ജീവിതമാണ് അവിടുത്തെ തമിഴർക്ക് നയിക്കേണ്ടി വന്നത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ആ സമരജീവിതത്തിൻ്റെ കഥയാണ് ഈ പറയുന്ന ശ്രീലങ്കൻ തമിഴ് കഥയിലുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഇപ്പോൾ ഡൽഹി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ അടുത്താണ് ശ്രീലങ്ക. ശ്രീലങ്കയിൽ നടന്ന മനുഷ്യക്കുരുതി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ടത് ഒരുപക്ഷെ കേരളത്തെയാണ്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന പ്രദേശമാണ്. പക്ഷെ നമ്മുടെ ഈ ഒരു രാഷ്ട്രക്രമവും ഇതൊക്കെ കാരണം ശ്രീലങ്ക മറ്റൊരു രാജ്യവും ഡൽഹി എന്ന് പറയുന്നത് വളരെ ദൂരെ കിടക്കുന്ന ഒരു സ്ഥലം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഡൽഹി നമ്മളെ ബാധിക്കും, തൊട്ടടുത്ത് കിടക്കുന്ന ശ്രീലങ്ക നമ്മെ ബാധിക്കുന്നില്ല. അപ്പം ഈ പറയുന്ന തരത്തിലുള്ള ചരിത്രത്തിൻ്റെ ചില വിചിത്ര ക്രമങ്ങൾക്കെതിരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് ഈ റിയാസിൻ്റെ ഈ പറയുന്ന ഈ തർജ്ജമ എന്ന് പറയുന്നത്, ശ്രീലങ്കൻ കഥകളുടെ തർജ്ജമ എന്ന് പറയുന്നത്. മറ്റൊരു പുസ്തകം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത് ഇപ്പോൾ യാത്രാവിവരണങ്ങൾ ധാരാളം ഉണ്ട്. ഇപ്പോൾ ഹിമാലയത്തെ പറ്റി നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു ഡസനിൽ കൂടുതൽ യാത്രാവിവരണങ്ങൾ നമുക്ക് വായിക്കാം. പക്ഷേ ലക്ഷദ്വീപിനെ പറ്റി നമുക്ക് എന്തറിയാമെന്ന് ചോദിക്കുമ്പോൾ വളരെ മനോഹരമായൊരു പുസ്തകമാണ് ഈ അബ്ദുൾ റഷീദ് എന്ന് പറയുന്ന കുടകുകാരനായിട്ടുള്ള നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന കുടകിലെ വലിയ എഴുത്തുകാരനായിട്ടുള്ള അബ്ദുൾ റഷീദിൻ്റെ കാറ്റോശയും പിഞ്ഞോണവും എന്ന് പറയുന്ന ലക്ഷദ്വീപ് ഡയറി എന്ന് പറയുന്ന ആ അത്രയും പോയറ്റിക് ആയിട്ടുള്ള ഒരു കൃതിയാണത്. കവിത തുളുമ്പുന്ന ഒരു കൃതിയാണിത്. മാത്രമല്ല അത് ആധ്യാത്മികത്വം, നമ്മളെ പുതിയ കാലത്തെ സ്പിരിച്വാലിറ്റി, പ്രത്യേകിച്ച് ഈ ഹിന്ദുത്വമൊക്കെ വന്നോട് കൂടിയിട്ട് ഈ അപരവൽക്കരിക്കപ്പെട്ട മതങ്ങളിലെ അപരവൽക്കരിക്കപ്പെട്ട സ്പിരിച്വാലിറ്റിയെ, അധ്യാത്മകതയെ അഡ്രസ്സ് ചെയ്യുന്നൊരു കൃതിയാണ്. എന്ന് പറഞ്ഞാൽ അതിനൊരു വലിയ പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനെ ഒരു കൃതി റിയാസ് കൊണ്ടുവരുമ്പോൾ അത് പലതരത്തിലും, ഒന്ന് അതിൻ്റെ ശൈലി, രണ്ട് അത് മുന്നോട്ട് വയ്ക്കുന്ന ദർശനം, അത് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ, ഇങ്ങനെ പല ലെവൽസിൽ നമുക്ക് നമ്മുടെ ചിന്തയെയും സംസ്കാരത്തെ പറ്റിയുള്ള നമ്മുടെ ദർശനത്തെയും മാറ്റിപ്പണിയിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കൃതിയായിട്ട് അത് മാറുന്നുണ്ട്. റിയാസ് അവസാനം ചെയ്ത രണ്ട് കൃതി എന്ന് പറഞ്ഞാൽ, ഒന്ന് ചാരുനിവേദിതയുടെ, തമിഴിലെ ചാരുനിവേദിതയുടെ അന്റോണിൻ ആർത്തോഡ് എന്ന് പറയുന്ന ഫ്രഞ്ച് എഴുത്തുകാരനെ പറ്റിയുള്ള, ഫ്രഞ്ച് ജനതയെ പ്രകോപിപ്പിച്ച ഒരു വിപ്ലവകാരിയായിട്ടുള്ള എഴുത്തുകാരൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള തമിഴ് നാടകമാണ് ഈ ചാരുനിവേദിത ചെയ്തത്. അതിൻ്റെ മലയാള വിവർത്തനം അടുത്ത കാലത്ത് പുറത്തിറങ്ങുണ്ടായി. അതുപോലെ തന്നെ അവസാനം ഇറങ്ങിയ കൃതി ശോഭാശക്തി എന്ന് പറയുന്ന ശ്രീലങ്കയിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഒരു എഴുത്തുകാരൻ, ഫ്രാൻസിൽ ഹോട്ടലിൽ പണി ചെയ്ത് ജീവിക്കുന്ന എഴുത്തുകാരൻ്റെ സലാം അലൈക്ക് എന്ന് പറയുന്ന നോവലാണ് റിയാസ് അവസാനമായിട്ട് തർജ്ജമ ചെയ്തത്. ഈ റിയാസ് ഇതൊക്കെ ചെയ്യുന്നത് ഗൾഫിൽ, ഒമാനിൽ ഈ പറയുന്ന തരത്തിൽ ജീവിത യാപനം അതിനു വേണ്ടിയിട്ട് രാവന്തിയോളം പണിയെടുക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്തതെന്ന് കൂടി നമ്മൾ ഓർക്കണം. എന്ന് പറഞ്ഞാൽ ആ പാഷൻ എത്രയാണെന്ന് നിങ്ങൾ ഓർക്കണം. മാത്രമല്ല റിയാസ് പ്രത്യേക തരത്തിൽ ഇപ്പം നോവൽ വിവർത്തകൻ മാത്രമല്ല, അല്ലെങ്കിൽ കവിതാ വിവർത്തകൻ മാത്രമല്ല, റിയാസ് എല്ലാ തരത്തിലുള്ള എഴുത്തുകളും വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഈ തുളു, കന്നഡ, തമിഴ് ഭാഷയിൽ നിന്ന് ധാരാളം കവിതകൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്, നോവൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്, നാടകം വിവർത്തനം ചെയ്തിട്ടുണ്ട്, യാത്രാവിവരണം വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു ഒരു മലയാള പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വലിയൊരു ഇടപെടലാണ് റിയാസ് ഈ ചെറുപ്പക്കാരുടെ ഇടയിൽ നിന്ന് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റിയാസിന് ഇവിടെ നമ്മൾ ഈ പറയുന്ന തരത്തിൽ ഈ സമ്മാനം അർഹമായ കൈകളിലാണ്. കെ ദിവാകരൻ പോറ്റിയുടെ പേരിലുള്ള സമ്മാനം ഇതുവരെയുള്ള ആ ലിസ്റ്റ് നോക്കിയാൽ അറിയാം നമുക്ക്. ഒരാളെപ്പോലും നമുക്ക് ഇതിൽ നിന്ന് വെറുതെ കൊടുത്താണെന്ന് പറയാൻ പറ്റില്ല. എല്ലാ അർഹമായിട്ടുള്ള കൈകളിലാണ് എത്തിച്ചേർന്നത്.
ആ തുടർച്ച റിയാസിന് കൊടുക്കുന്നതിലൂടെ ആ തുടർച്ചയ്ക്ക് ഒരു വലിയ അർത്ഥം ഇന്ന് നടക്കുന്ന സമ്മാന വിതരണത്തിലും ഉണ്ടായിരിക്കുകയാണ്. ഞാൻ ഇനി അതിനെപ്പറ്റിയൊന്നും സംസാരിക്കുന്നില്ല. എൻ്റെ അധ്യക്ഷ പ്രസംഗം നീണ്ടു എന്ന് എനിക്കറിയാം, പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ പോലെ രാജഗോപാലിനെ പോലുള്ള ഒരാൾ ഇവിടെ ഇരിക്കുമ്പോൾ. പക്ഷേ നമ്മൾ ആർക്കാണോ സമ്മാനം കൊടുക്കുന്നത് എന്തുകൊണ്ട് അദ്ദേഹം സമ്മാനിതനായി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇന്നത്തെ കാലത്തെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ അപ്പം എൻ്റെ ചില അശിക്ഷിതമായ ചില മാനസികാവസ്ഥ കൊണ്ട് കുറച്ച് നീണ്ടിട്ടുണ്ടാവും, എന്നാലും അത് പ്രസക്തമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി.